Good morning, all. Good morning, ma'am. 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 മിസ്സെടുത്തതൊക്കെ മറന്നുപോയോ? കൊറേ ദിവസമായില്ലേ ക്ലാസ് ഇട്ടിട്ട് മിസ്സിന്റെ ഓർമ്മയുണ്ടല്ല? ഓർമ്മയുണ്ടോ? കമ്പാരിസൺ അല്ലേ മിസ് എടുത്തോണ്ടിരുന്നത്? കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ്. ആദ്യത്തെ 2 പാരഗ്രാഫ് എടുത്തില്ലേ മിസ്? ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നേ? While there is comparison with while there is still a noticeable amount of debates around the superiority of electronic health records over paper records, the research literature gives a more realistic picture of the benefits and downsides. എന്താണ് ഒരുപാട് റിസർച്ചുകൾ അല്ലെ, ഡിബേറ്റ്സുകൾ, ചർച്ചകളൊക്കെ നടത്തിയിട്ട് പേപ്പർ ബേസ്ഡ് റെക്കോർഡുകളും ഇലക്ട്രോണിക് റെക്കോർഡ്സുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെ, എന്താണ് താരതമ്യ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അതിന്റെ ബെനിഫിറ്റ്സുകളും ഗുണങ്ങളും അതേപോലെ തന്നെ പോരായ്മകളും കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. The increased transparency, portability and accessibility gained by the adoption of electronic medical records may make larger the ease with which they can be accessed by healthcare professionals. എന്താണ് നമുക്ക് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഹെൽത്ത് റെക്കോർഡ്സുകൾ സുതാര്യത അല്ലെ, ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, കൂടാതെ എന്താണ് നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസിന്, ഡോക്ടേഴ്സിന് അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാക്കാനായിട്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബട്ട് ഓൾസോ ക്യാൻ enlarge the amount of stolen information by unauthorized person or trustworthy users versus paper medical records. പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്ത് സംഭവിക്കാം? കള്ളത്തരങ്ങൾ അല്ലെ. നമുക്ക് വിശ്വാസയോഗ്യരല്ലാത്ത ആളുകൾ എന്താണ് അതില് കറക്ഷൻസ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് അതില് കറക്ഷൻസ്, കള്ളത്തരങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. As acknowledged by the increased security needs for electronic medical records included in the Health Information and Accessibility Act, by large-scale variation in confidential records reported by EMR users. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ഡൗൺ സൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളിലും. പിന്നെ എന്താണ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളിലും പോരായ്മകളുണ്ട്. അപ്പൊ അതേപോലെ അത് എന്താണ് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളില് എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ ആക്സസിബിലിറ്റി ആക്ട് പ്രകാരം എന്താണ് ഒരുപാട് മിസ്യൂസുകൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് EMR യൂസേഴ്സ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ കമ്പ്യൂട്ടറിൽ എന്താണ് ഹാക്കിംഗ് നടക്കാറുണ്ടെന്ന്, മൂന്നാമതായിട്ടുള്ള വ്യക്തികള് നമ്മുടെ ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യൂ അല്ലെ. അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിൽ അതേപോലെയുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ്, സുരക്ഷാ പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ടെന്ന് EMR യൂസേഴ്സ് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കുന്ന ആളുകള് പറയുന്നുണ്ട്. Concern about security contribute to the resistance shown to their adoption. അപ്പൊ അങ്ങനത്തെ ഒരു ആശങ്ക നമുക്കിടയിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ചോർച്ച നടക്കാനുള്ള, ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടാല് നമ്മുടെ ഇൻഫോർമേഷൻസ് അതിലേക്ക് നൽകുമോ? നമുക്കൊരു ആശങ്ക ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണ് കൺസേൺ അബൌട്ട് ദ സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ റെസിസ്റ്റൻസ് ടു ഷോൺ ദെയർ അഡോപ്ഷൻ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് സ്വീകരിക്കാനായിട്ട്, അഡോപ്ഷൻ ചെയ്യുന്നതിൽ ഒരു ആശങ്ക
നിലനിൽക്കുന്നുണ്ട്. When users log into the electronic health records, it is their accountability to ensure the information stays confidential. And this is done by keeping their password unknown to other and logging off before leaving the station. നമ്മുടെ ഇമെയിൽ ഐ ഡിയിലൊക്കെ കയറുന്ന പോലെ എന്താണ് ആളുകൾക്ക് അവരുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളിലേക്ക് എന്താണ് പാസ്വേഡുകൾ കൊടുത്ത് ലോഗിൻ ചെയ്യാനും അവർക്കത് മറ്റുള്ളവരിൽ നിന്ന് അല്ലെ അറിയിക്കാതെ സൂക്ഷിക്കാൻ സാധിക്കില്ലേ? നമ്മുടെ പാസ്വേഡുകൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ? ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും അല്ലെ? നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ മൊബൈലിന്റെ ലോക്കുകൾ, നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ ലോക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല അല്ലെ? അതേപോലെ തന്നെ എന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്താണ് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രം അതിന്റെ പാസ്വേഡ് കൊടുത്തും കാണിട്ട് അതിൽ കയറാനായിട്ടും അത് എയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് ലോഗ് ഔട്ട് ചെയ്ത് പുറത്തു വരുന്നതും ആ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിൽ നിന്ന് അവർ പുറത്തു വരുന്നതുമാണ്, അലർട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ക്ലിയർ ആയോ അത്? ഓക്കെ അല്ലേ? നെക്സ്റ്റും അതേപോലെ തന്നെ ഒരു കമ്പാരിസൺ തന്നെയാണ് പറയുന്നത്. ഹാൻഡ് റിട്ടൺ മെഡിക്കൽ റെക്കോർഡ്സ് മേ ബി പുവർലി റീഡബിൾ അല്ലേ? അവര് ഡോക്ടേഴ്സ് എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് വായിക്കാൻ പറ്റുമോ? പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതേപോലെ എന്താണ് ഹാൻഡ് റിട്ടൺ മെഡിക്കൽ റെക്കോർഡ്സുകൾ മേ ബി പുവർലി റീഡബിൾ ആണ്, നമുക്ക് വായിക്കാൻ മോശമായി വായിക്കാൻ കഴിയുന്നതാണ്. വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മെഡിക്കൽ എറേഴ്സ്. ഇതെന്താ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ എറേഴ്സ് ഉണ്ടാക്കുന്നു അല്ലെ? നമുക്ക് ശരിയായ രീതിയിൽ മരുന്നുകൾ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് ചിലപ്പോ ഒരു ലെക്ചർ മാറ്റാം. നമ്മൾ അബ്രിവേഷൻ ഒക്കെ യൂസ് ചെയ്യാറില്ലേ ഡോക്ടേഴ്സ്? മരുന്നുകൾക്ക് അബ്രിവേഷൻ ഒക്കെ യൂസ് ചെയ്യില്ലേ? അപ്പൊ അതിലൊരു ലെക്ചർ നമ്മൾ റോങ് ആയി വായിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തെറ്റ് സംഭവിക്കാം അല്ലെ? അപ്പൊ എന്താണ് വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മെഡിക്കൽ എറേഴ്സ്. ഇത് എന്തിലേക്ക് നയിക്കുന്നു? മെഡിക്കൽ എറേഴ്സിലേക്ക്, പിശകുകളിലേക്ക് നയിക്കുന്നു. പ്രിന്റഡ് ഫോം, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോംസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ penmanship were inspired to make better the readability of paper medical records. പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകൾ നമ്മൾ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെ? പ്രിന്റഡ് ഫോമിൽ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോം, നമ്മൾ ഷോർട്ട് ഫോമുകൾ എഴുതുക. അതല്ലെങ്കിൽ പെൻമാൻഷിപ്പ്, തൂലികാനാമങ്ങൾ, നമ്മൾ എന്താണ് ചില മെഡിസിനുകൾ ജനറൽ നെയിം ഉപയോഗിക്കാതെ അതിന്റെ പെൻമാൻഷിപ്പ്, തൂലികാനാമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സുകൾ കൂടുതൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. An example of probable medical errors is the administration of medication. എന്താണ് ഈ മെഡിക്കൽ എറേഴ്സിന് ഒരു എക്സാമ്പിൾ എന്താണ് പറയുന്നത്? നമുക്ക് മെഡിക്കേഷൻ, റോങ് ആയിട്ടുള്ള മെഡിക്കേഷൻ നൽകുന്നത് ഒരു എററല്ലേ? കറക്റ്റ് രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് വായിക്കാണ്ട് നമുക്ക് റോങ് ആയി മെഡിസിൻ തന്നാൽ അതെന്താണ്? ഒരു എററാണ് അല്ലെ? ഒരു തെറ്റാണ്. അതെന്ത് ചെയ്യും? ആ പേഷ്യന്റിന്റെ ഹെൽത്തിനെ എന്ത് ചെയ്യും? റോങ് ആയിട്ട് എഫക്ട് ചെയ്യില്ലേ? ചില പേർക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാക്കാം, അവർക്ക് അല്ലെങ്കിൽ അബ്ഡമിൻ പെയിൻ ഉണ്ടാക്കാം, ചിലപ്പോ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കാം അല്ലെ? എന്താണ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാം. അപ്പൊ എന്താണ് എക്സാമ്പിൾ ഓഫ് പ്രോബബിൾ മെഡിക്കൽ എറേഴ്സ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. എന്താണ് ഒരു മെഡിക്കൽ എററിന് എക്സാമ്പിൾ ആണ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, അവർക്ക് തെറ്റായിട്ടുള്ള മരുന്നുകൾ നൽകുന്നത്. മെഡിക്കേഷൻ ഈസ് എൻ ഇന്റർമീഡിയേഷൻ ദാറ്റ് ക്യാൻ ടേൺ എ പേഴ്സൺ സ്റ്റാറ്റസ് ഫ്രം സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ വെരി റാപ്പിഡ്ലി. ഒരു പേഷ്യന്റിനെ, ഒരു രോഗിനെ പെട്ടെന്ന് സ്റ്റേബിൾ ആക്കാനും അവരുടെ നില പെട്ടെന്ന് ബെറ്റർ ആക്കാനും അൺസ്റ്റേബിൾ ആക്കാൻ കഴിയുന്ന ഒരു ഘടകം എന്താണ്? മെഡിക്കേഷൻസ് ആണ് അല്ലെ? മരുന്നുകളല്ലേ? എന്താണ് അതിന്റെ ഇടയിൽ ഓരോ മധ്യസ്ഥ ഇന്റർമീഡിയേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ബെറ്റർ ആക്കാനും അതല്ലെങ്കിൽ ബാഡ് ആക്കാനും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് എന്ത്?
മെഡിക്കേഷൻസ് മരുന്നുകൾ എന്ന് പറയുന്നത്. With paper documentation, it is very easy to not properly document the administration of medication, the time given or errors like giving the wrong drug, dose, form, or not checking for allergies and could affect the patients negatively. എന്താണ് ആരോഗ്യ വിവരങ്ങൾ, അതായത് റോങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പേപ്പർ റെക്കോർഡ്സുകൾ എഴുതുന്നത് മൂലം അതെന്ത് ചെയ്യുന്നു, പേഷ്യൻസില് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. എങ്ങനെയൊക്കെ, എന്താണ് പേഷ്യൻസിന് റോങ് മെഡിസിനുകൾ അല്ലെ, റോങ് ഡ്രഗുകൾ കൊടുക്കുന്നു. ഫോം ഓർ നോട്ട് ചെക്കിംഗ് ഫോർ അലർജീസ്, എന്താണ് അവരുടെ ആ മരുന്ന് കഴിച്ചാൽ വല്ല അലർജീസ് ഉണ്ടോ എന്ന് ചെക്ക് ഒന്നും ചെയ്യാതെ അവർക്ക് എന്താണ് റോങ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കാൻ കാരണമാകുന്നു. It has been reported that these errors have been brought down by 55 to 83% as records are now online and need certain steps to avoid these errors. ഇത് നമ്മ ഓൺലൈൻ EMR വഴി ചെയ്യുന്നത് മൂലം, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ വഴി ചെയ്യുന്നത് മൂലം എന്താണ് നമുക്ക് 55% മുതൽ 83% വരെ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എറേഴ്സ് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഫസ്റ്റില് പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റില് പറഞ്ഞേക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിലും പേപ്പർ ബേസ്ഡ് റെക്കോർഡുകളിലും എന്ത് സംഭവിക്കാമെന്ന്, കളത്തരങ്ങൾ സംഭവിക്കാം അല്ലെ. ട്രസ്റ്റ്വർത്തി, വിശ്വാസയോഗ്യരല്ലാത്ത ആളുകള്, അൺഓതറൈസ്ഡ് പേഴ്സണുകൾ എന്ത് ചെയ്യാം, അതില് കള്ളത്തരം സ്റ്റോളൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്യുന്നു അല്ലെ, ആണോ? ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് എന്താണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിലേക്ക് അത് ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ പാസ്വേഡ് കൊടുത്തും കാണുന്നുണ്ട് അല്ലെ. നമ്മ മെയിലിലൊക്കെ കയറുന്ന പോലെ എന്താണ് അവരുടെ പാസ്വേഡ് കൊടുത്ത് അവർക്ക് അതിൽ ലോഗിൻ ചെയ്യാനും അവരെ ഇൻഫർമേഷൻസ് അതിൽ ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് എന്താണ് ലോഗ് ഔട്ട് ചെയ്ത് ലെഫ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. അത് ക്ലിയർ ആയോ? രണ്ടാമത്തെ പറയുന്നത് എന്താണ്, ഹാൻഡ് റിട്ടൺ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മ എന്താണ് മോശമായി വായിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് എഴുതുന്നത് അല്ലെങ്കിൽ അത് എഴുതുന്ന ആളുകളുടെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കും അല്ലെ. അപ്പൊ എന്താണ് അത് എന്ത് സംഭവിക്കുന്നു, മെഡിക്കൽ എറേഴ്സ് സംഭവിക്കുന്നു. അപ്പൊ നമ്മത് പ്രിന്റഡ് ഫോമില് അതല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോർട്ട് ഫോമുകള് അതല്ലെങ്കിൽ പെൻമാൻഷിപ്പ്, ബ്ലോക്ക് ലെറ്റേഴ്സ് കർസീവ് ഒക്കെ വെച്ച് എഴുതാലോ നല്ല നീറ്റ് ആയിട്ട്, ബ്ലോക്ക് ലെറ്റേഴ്സ് ഒക്കെ വെച്ച് എഴുതല്ലേ, അതൊക്കെയാണ് പെൻമാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതാണെങ്കിൽ എന്താണ് നമുക്ക് ഈ മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാം അല്ലെ. ഒരിടത്ത് നിങ്ങൾ കണ്ടിരുന്നു നമ്മുടെ നെറ്റിലൊക്കെ ഒരു ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്ത് പോയത് ഭയങ്കര നീറ്റായിട്ട് എഴുതിട്ട് ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ തൃശ്ശൂരുള്ള ഒരു ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ. അപ്പൊ അതെന്താണ് ആള് നല്ല നീറ്റ് ആയിട്ട് എഴുതിയത് കാരണം എന്താണ് നമുക്ക് വരെയും അത് വായിക്കാൻ സാധിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അതല്ലെങ്കിൽ കർസീവ് ലെറ്ററിൽ നല്ല നീറ്റ് ആയിട്ടൊക്കെ എഴുതിയാൽ എന്താണ് നമുക്കത് ആ എറേഴ്സ് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ ആ ഭാഗം? പിന്നെന്താണ് നമ്മുടെ മെഡിക്കൽ എററിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് ഇത് റോങ് ആയിട്ടുള്ള മെഡിസിൻ പേഷ്യൻസിന് നൽകുന്നത്. ഈ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് മരുന്നുകൾ എന്ന് പറയുന്നത് എന്താണ് രോഗികളുടെ ഹെൽത്ത് സ്റ്റേബിൾ ആക്കാനും പെട്ടെന്ന് തന്നെ എന്താണ് സ്റ്റേബിൾ ആക്കാനും പിന്നെ എന്താണ് അൺസ്റ്റേബിൾ ആക്കാനും കഴിയുന്ന ഒരു ഹെൽത്ത് ഇതാണ് മെഡിക്കേഷൻസ് രോഗികൾക്ക് മരുന്നുകൾ നൽകുന്നത് അല്ലെ. നമ്മ ഒരു റോങ് മെഡിസിൻ ആണ് പേഷ്യന്റിന് നൽകുന്നതെങ്കിൽ ചിലപ്പോ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ലേ, അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും അല്ലെ. ചിലപ്പോ ആ പേഷ്യൻസ് എന്താണ് വോമിറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അവർ കുഴഞ്ഞു വീഴും, അലർജീസ് ഉണ്ടാവും, അതല്ലെങ്കിൽ അപ്പൊ തന്നെ അവർ കുഴഞ്ഞു പോകും അല്ലെ.
അങ്ങനെയുള്ള നമുക്ക് എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ സ്റ്റേബിൾ ആക്കാനും അൺസ്റ്റേബിൾ ആക്കാനും കഴിയുന്ന ഒരു ഘടകമാണ് പേഷ്യൻസിന് മരുന്നുകൾ നൽകുന്നത്. ക്ലിയർ ആയോ? പേപ്പർ ഡോക്യുമെന്റേഷൻസ് നമ്മ കറക്റ്റ് രീതിയിലല്ല നൽകുന്നതെങ്കിൽ വായിക്കുന്നതെങ്കിൽ എന്താണ് അത് റോങ് ആയിട്ട് അല്ലെ എഫക്ട് ചെയ്യാനുള്ള പേഷ്യൻസിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്താണ് നമ്മൾ റോങ് ആയിട്ടുള്ള മെഡിസിൻ പേഷ്യൻസ് നൽകുന്നു, റോങ് ഡോസിൽ നൽകുന്നു അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ നെഗറ്റീവ് ആയിട്ട് ബാഡ് ആയിട്ട് മോശമായി അവരുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് പറയുന്നത്? നമ്മ ഓൺലൈനായിട്ട് എങ്ങനെയുള്ള മെഡിക്കേഷൻസ് എഴുതുന്നത്, നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെയുള്ള എറേഴ്സ് നമുക്ക് 55 മുതൽ 83% വരെ കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ അത്രയും ഭാഗം? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, electronic records may help with a standardization of forms, terminology and data input. എന്താണ് നമ്മ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ എങ്ങനെയൊക്കെ സഹായിക്കുന്നു? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫോംസ് അല്ലെ. നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടല്ലേ നമ്മ ഫോം എഴുതുന്നത്? അല്ലേ കറക്റ്റ് ആയിട്ട് അല്ലെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ കാണിച്ചു തരില്ലേ? അടിയില് അണ്ടർലൈൻ ഒക്കെ വെച്ച് റെഡ് കളറിൽ. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫോംസ് എന്നത് റെഡ് ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കത് എഴുതാനായിട്ട് സാധിക്കുന്നു. ടെർമിനോളജി നമ്മൾ പഠിച്ചല്ലേ, ഷോർട്ട് ഫോമുകൾ വെച്ച് എഴുതുന്നത് അല്ലെ. അബ്രിവേഷൻസ്, പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ വെച്ച് എഴുതാൻ സാധിക്കുന്നു അല്ലെ. ആൻഡ് ഡാറ്റ ഇൻപുട്ട്, നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻസ് ഇൻപുട്ട് കൊടുക്കാൻ, ഡാറ്റാസ് നൽകാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അല്ലെ, അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ, പ്രീവിയസ് ഹിസ്റ്ററി, അവർക്ക് നൽകുന്ന മെഡിസിനുകൾ അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാനും സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനും സാധിക്കുന്നു. Digitization of forms makes facilities for the collecting of data, epidemiology and clinical studies. നമ്മ ഈ കമ്പ്യൂട്ടറിൽ ഇൻഫോർമേഷൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഡിജിറ്റലൈസ്ഡ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് റിസർച്ചുകളൊക്കെ ഉപയോഗിക്കാലോ, റിസർച്ചുകൾ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാലോ. എത്ര കാലത്തേക്ക് വേണമെങ്കിലും ആ കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഈ ഡാറ്റാസ് കളക്ട് ചെയ്ത് നമുക്ക് എന്താണ് എപ്പിഡമിയോളജി, സാംക്രമിക രോഗശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനും ക്ലിനിക്കൽ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിക്കാനും സാധിക്കുന്നു ഈ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ടല്ലേ. നമുക്ക് നമ്മ കൊടുക്കുന്ന വിവരങ്ങള് എന്താണ്, ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാലോ. റിസർച്ചുകൾ നടത്തുന്ന ഡോക്ടേഴ്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. എന്താണ് ഇന്റർനെറ്റ് വഴിയൊക്കെ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എന്താണ് എപ്പിഡമിയോളജി ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസിനെയൊക്കെ സഹായിക്കുന്നു. നമ്മിപ്പോ നെറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു രോഗശാസ്ത്രത്തെ കുറിച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു രോഗത്തെ കുറിച്ച് അറിയണം, നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്ത് നോക്കിയേ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആ അസുഖത്തെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കിട്ടില്ലേ. അതിന് ഏത് മരുന്ന് ഉപയോഗിക്കണമെന്ന് മുതൽ കിട്ടില്ലേ. ആണോ? എന്താണ് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ്. അതിലിപ്പോ നമ്മ ഒരു മെഡിസിൻ വാങ്ങി, ആ മെഡിസിൻ വാങ്ങിയിട്ട് നമ്മ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് നോക്കിയേ, നമുക്ക് ആ മെഡിസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. എന്തൊക്കെ അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റും അല്ലെ, അത് കഴിച്ചാലുള്ള സൈഡ് എഫക്റ്റുകൾ എന്താണ് അല്ലെ, നോക്കാറുണ്ട് അല്ലെ. എല്ലാം കിട്ടില്ലേ? ഡീറ്റെയിൽസ് കിട്ടാം. എന്താണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മ സൂക്ഷിക്കുന്നത് മൂലം എന്താണ് നമുക്കത് സാംക്രമിക രോഗശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും ക്ലിനിക്കൽ സ്റ്റഡീസിനൊക്കെ ഈ ഇൻഫോർമേഷൻസ് വിവരങ്ങള് സഹായിക്കുന്നു. ക്ലിയർ ആയത്? ഓവറോൾ However, standardization may create challenges for local practice. Standardization ഒരു രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എന്താണ്
നമ്മൾ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ലോക്കൽ പ്രാക്ടീസിന് ഇതൊരു വലിയ വെല്ലുവിളിയാണ് അല്ലെ. ലോക്കൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രാക്ടീസുകൾ നടത്തുന്നതിന് ഈ സ്റ്റാൻഡർഡൈസേഷൻ നമ്മളെ എന്ത് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നത് നമുക്ക് ഒരു വെല്ലുവിളിയാണ്. Overall, those with EMR that have automated notes and records, order entry and clinical decision support have lesser complication, lower mortality rate and lower cost. ഈ EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിൽ വിവരങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നോട്ട്സുകൾ, റെക്കോർഡ് നോട്ട്സുകൾ എഴുതാനും റെക്കോർഡ്സുകൾ നമുക്ക് തയ്യാറാക്കാനും സാധിക്കുന്നു. ഓർഡർ എൻട്രി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിനിക്കൽ ഡിസിഷനുകൾ ഡോക്ടേഴ്സിന് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. അത് തന്നെ ലെസർ കോംപ്ലിക്കേഷൻ, സങ്കീർണതകൾ കുറയ്ക്കാനായി സാധിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നു. ലോവർ കോസ്റ്റ്, നമുക്ക് വരുന്ന ചിലവും കുറയ്ക്കാനായി സാധിക്കുന്നു. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളാവും, എന്തുണ്ടാവില്ല എന്ന് പറഞ്ഞു, മെഡിക്കൽ എറേഴ്സ് ഉണ്ടാവില്ല അല്ലെ, പിശകുകൾ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ എന്ത് സംഭവിക്കുന്നു? ലോവർ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, എറേഴ്സ് മൂലമുള്ള മെഡിക്കൽ എറേഴ്സ് മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. സങ്കീർണകള് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ, ആ മരുന്ന് കഴിക്കുന്ന. അപ്പൊ അതെന്താണ്? കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനോ? കോംപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അഡ്വേഴ്സ് റിയാക്ഷൻ, രണ്ട് മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് അഡ്വേഴ്സ് റിയാക്ഷനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാലോ. അപ്പൊ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നോട്ട്സുകൾ തയ്യാറാക്കാനും റെക്കോർഡുകൾ പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നു. കൂടാതെ ഓർഡർ എൻട്രി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചില്ലേ? ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചോ? ഈ പ്രിസ്ക്രിപ്ഷൻ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? നമുക്ക് ഡോക്ടറുടെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെ ഫാർമസിയിലേക്ക് മരുന്നുകൾ അയക്കാൻ പറ്റുന്നു അല്ലെ. ഇലക്ട്രോണിക്കലി മരുന്നുകൾ നമുക്ക് ഫാർമസിയിലേക്ക് അയക്കാൻ പറ്റുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കാൻ, എറേഴ്സ് കുറയ്ക്കാനല്ലേ ചെയ്യുന്നേ അല്ലേ. അപ്പൊ എന്താണ്? ഇതുമൂലമുള്ള മെഡിക്കൽ എറേഴ്സ് മൂലമുള്ള സങ്കീർണതകളെ, കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും ലോവർ മോർട്ടാലിറ്റി റേറ്റ്സ്, മരണനിരക്ക് കുറയ്ക്കാനും ലോവർ കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? അത് കമ്പാരിസൺ നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഉപകരിക്കുന്നുണ്ട്? ഓക്കെ, ഷെയറിംഗ് their electronic health records with people who have type 2 diabetes help them to reduce the blood sugar level. നമുക്കറിയാം 2 ടൈപ്സ് ഡയബറ്റിസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. അറിയോ? 2 ടൈപ്പ് ഡയബറ്റിസ് ഉണ്ട്. അറിയോ? എന്തൊന്നും ഇണ്ടാത്തെ ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? നമുക്ക് ഫസ്റ്റ് ടൈപ്പ്, ടൈപ്പ് 1 പാരമ്പര്യമായി കിട്ടുന്നത് അല്ലേ? ആണോ? പാരമ്പര്യമായി കിട്ടുന്നത്. ടൈപ്പ് 2 ജനറ്റിക്കലി. ടൈപ്പ് 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ ടൈപ്പ് 2 ഡയബറ്റിസ് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം അല്ലെ. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈല് കൺട്രോൾ ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. ഫുഡ് കൺട്രോള്, എക്സസൈസുകൾ അല്ലെ. മെഡിസിനുകളൊക്കെ കഴിച്ച് നമുക്കത് എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്താണ്? പീപ്പിൾസിനെ, ആളുകളെ എന്താണ്? അവരുടെ ടൈപ്പ് 2 ഡയബറ്റിസ്, ബ്ലഡ് ഷുഗർ ലെവലിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായി സാധിക്കുന്നു. എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്?
EMR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയാണ് സഹായിക്കുന്നത് അവരെ? ഈ EHR അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ലൈഫ് ടൈം ഈ type 2 ഡയബറ്റിസിനെ കുറയ്ക്കാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു. എങ്ങനെയായിരിക്കും? ഒരു നമ്മൾ പറഞ്ഞു എന്താണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളില് അവര് പ്രീവിയസ് ഡാറ്റ ഉണ്ടോ? പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അവരെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തൂടെ? അവർക്ക് ഫസ്റ്റ് വന്നപ്പോ ഇത്ര ബ്ലഡ് ഷുഗർ ഉണ്ടായി ഇല്ലേ? അത് കഴിഞ്ഞ് 2 മാസം 3 മാസം ഡിഫറൻസ് മനസ്സിലാക്കി അതിനു വേണ്ട ട്രീറ്റ്മെന്റ് അവർക്ക് നൽകി അവരെ കൺട്രോൾ ചെയ്യാൻ, ഈ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? മരുന്നുകളിൽ വ്യത്യാസങ്ങൾ വരുത്തി, അങ്ങനെയല്ലേ? അതായത് അവരുടെ പ്രീവിയസ് ഡാറ്റയും ഇപ്പോഴുള്ള ഡാറ്റയും തമ്മിൽ എന്താണ് ഒരു കമ്പാരിസൺ നടത്തി അല്ലെ? ആ ലെവലിലുള്ള ഒരു കമ്പാരിസൺ നടത്തി അതിന് ആവശ്യമായ, അവർക്ക് അനുയോജ്യമായ ട്രീറ്റ്മെന്റുകൾ, മരുന്നുകൾ നൽകി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? It is means of helping people understand their own health condition and make them involved actively in its management. എന്താണ് ഇത് നോക്കിങ്ങാണിട്ട് എന്താണ് പീപ്പിൾസിനെ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെ, അവർക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് എന്താണ് ഇവർക്ക് ഈ ഷുഗർ ലെവല് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. They could also be useful in research, which enables various scientific analysis and novel tools. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്താണ് നമുക്ക് റിസർച്ചുകൾ, ഗവേഷണങ്ങൾക്ക് സഹായിക്കുന്നു. വേരിയസ് സയന്റിഫിക് അനാലിസിസ് അല്ലെ, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പല വിലയിരുത്തൽ, രോഗങ്ങളെ കുറിച്ചുള്ള പല കണ്ടുപിടുത്തങ്ങളും പല മരുന്നുകൾ കണ്ടുപിടിക്കാനായി സാധിക്കുന്നു. ആൻഡ് നോവൽ ടൂൾസുകൾ, ആരോഗ്യപരമായ വിവരങ്ങൾ എഴുതുന്നില്ലേ, ആരോഗ്യ മാഗസീനുകൾ അല്ലെ, ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ വായിക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള നോവൽ ടൂൾസുകൾ എഴുതാനായിട്ടും ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇനി സിനിമയിലൊക്കെ കാണാറില്ലേ എന്തെങ്കിലും അവരെന്താണ് റിസർച്ചുകൾ ഈ നെറ്റിൽ നോക്കി കാണിട്ട് ഓരോ അസുഖങ്ങളെ കുറിച്ച് കമ്പാരിസൺ നടത്തുന്നത് സിനിമകളിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് അങ്ങനെ ഒരു അസുഖത്തിന്റെ സിംറ്റംസ് അടിച്ചു കൊടുത്താൽ തന്നെ എന്താണ് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാല് അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യപരമായ റിസർച്ചുകള്, ഗവേഷണങ്ങൾ നടക്കാനായിട്ട് എന്താണ് സയന്റിഫിക് അനാലിസിസ് അല്ലെ, ശാസ്ത്രീയപരമായ എന്താണ് അനാലിസിസ്, വിലയിരുത്തലുകൾ നടത്താനായിട്ട്, പിന്നെ എന്താണ് ആരോഗ്യ മാസികകൾ, ഫീച്ചേഴ്സ്, ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ടും ഈ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നു. ക്ലിയർ ആയോ? അത് പേഷ്യൻസിനെ ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ആ പേരിൽ തന്നെയുണ്ട്. അത് എവിടുത്തെ പ്രവർത്തനങ്ങളെയാണ് സഹായിക്കുന്നത്? ലാബില അല്ലെ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? നമ്മൾ പറഞ്ഞത് ഏതാണ്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. സെക്കൻഡ് വരുന്നത് ഏതാണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, LIMS. A laboratory information management system
sometimes indicates to as laboratory information system, laboratory management system. Laboratory information management system, laboratory information system, laboratory management system in the പറയുന്നുണ്ട്. Is a software, എന്താണ് ഇതൊരു software based solution ആണ് with features that not limited, ഇതിന്റെ features that give a support to a based solution with a more features that give support to modern laboratory operations. എന്താണ് ഒരു modern laboratory operations നൂതനമായ ഒരു ലാബ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതാണ് laboratory management systemത്തിന്റെ സവിശേഷത features എന്ന് പറയുന്നത്. ഇത് key features include, ഇതിന്റെ key features പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? but are not limited, ഈ features സവിശേഷതകൾ ലിമിറ്റഡ് അല്ല, നമുക്ക് പരിമിതമല്ല. എന്തൊക്കെയാണ്? വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്. എന്താണ്? ലാബിലെ പ്രവർത്തനങ്ങളെ വർക്ക് ഫ്ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, ഓരോ പേഷ്യൻസിന്റെ സാമ്പിളുകളെ കുറിച്ച് ട്രാക്ക് ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലാബിലെ പ്രവർത്തനങ്ങള് നമുക്ക് കൂടുതൽ സുഗമമാക്കി ചെയ്യാൻ പറ്റില്ലേ? ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് കൊടുക്കുക, അവിടുത്തെ പ്രവർത്തനം കൊളാബറേറ്റ് ചെയ്യുക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതെല്ലാം ഈ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചറിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ആണ്. ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്, എന്താണ്? അവിടുത്തെ ആവശ്യമായ ഡാറ്റാസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റാസുകളൊക്കെ എന്താണ് നൽകുന്നുണ്ട്. which fully support its use in regulated environment, എന്താണ്? നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ അതിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എവിടുത്തെ പ്രവർത്തനങ്ങളെ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? വർക്ക് ഫ്ലോസ്, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, ഡാറ്റാസ് എക്സ്ചേഞ്ച് ഒക്കെ എവിടുത്തെ പ്രവർത്തനങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലാബിലല്ലേ? അപ്പൊ എന്താണ് എക്സ്ചേഞ്ച് സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്, നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ, അതായത് ആ ലാബിലെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്കുള്ളിൽ, ആ എൻവയോൺമെന്റിനുള്ളിൽ മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുന്നു. The features and uses of LIMS have developed over the years from simple sample tracking to an enterprise resource planning tool that manage manifold aspects of laboratory informatics. എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻസിന്റെ വിവിധ വശങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആയിട്ട് ലബോറട്ടറി ഇൻഫർമേഷൻ ടൂളിലേക്കുള്ള സാമ്പിൾ ട്രാക്കിംഗ് എന്ന് വെച്ചാല് ലാബിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? നമ്മ ഒരു സാമ്പിൾ എടുത്തിട്ട് അല്ലെ നടക്കുന്നത്, ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളല്ലേ ലാബിൽ നടക്കുന്നത് അല്ലെ? ഇപ്പൊ ബ്ലഡ് എടുക്കുക, അല്ലെങ്കിൽ യൂറിൻ എടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കുക, അല്ലെ? അപ്പൊ ആ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അല്ലെ? അപ്പൊ അത് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ റിസോഴ്സ് പ്ലാനിംഗ് ടൂളിലേക്കുള്ള സാമ്പിൾ ട്രാക്കിങ്ങിനെ ഈ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സഹായിക്കുന്നു, അല്ലെ? ലാബിലെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ കളക്ട് ചെയ്യുക, അത് പരിശോധിക്കുക, അതിന്റെ ടെസ്റ്റ് റിസൾട്ട് കൊടുക്കുക, അതല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുകയാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് വളഞ്ഞു തിരിഞ്ഞു തന്നിരിക്കുന്നതാണ് ആ സെന്റൻസ്. അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാൻ, എന്താണ് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുക എന്ന ഇതാണ് ഈ LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ആ സാമ്പിൾ ട്രാക്ക് ചെയ്യുക, അല്ലെ? അത് ടെസ്റ്റുകൾ നടത്തുക, അതിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുക, അല്ലെ? അതിനെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്ന പ്രവർത്തനം മാത്രമാണ് ഈ LIS നടത്തുന്നത്.
നോക്കിയേ, LS-ന്റെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങള് സാമ്പിൾ ഇൻ ചെയ്യാണ് അല്ലെ. ഒരു സാമ്പിൾ കൊടുക്കുന്നു, ലാബിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഒരു സാമ്പിൾ കൊടുക്കുന്നു. സാമ്പിൾ ലോഗിൻ, അത് അവർ എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ നൽകി അവർ എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യില്ലേ? എൻ്റർ ചെയ്യുന്നു. ജോബ് അസൈൻമെന്റ് അല്ലെ, ആ ടെസ്റ്റ് ആരാണ് ചെയ്യേണ്ടതെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ട്രാക്കിംഗ് പ്രോഗ്രസ്, അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. ഡാറ്റ എൻട്രി അല്ലെ, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് നൽകുന്നു. ഡാറ്റ വാലിഡേഷൻ, നെക്സ്റ്റ് എന്താണ്, ഡാറ്റ വാലിഡേഷൻ ഒക്കെ കണ്ട് ഇത്ര ടൈമിനുള്ളിൽ ഓരോ പ്രൊസീജിയർ ഒക്കെ നടത്തി ഡാറ്റ വാലിഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, റിപ്പോർട്ട് നൽകാണ് അല്ലെ. നമ്മളോട് പറയാറുണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും അല്ലെ. ഡാറ്റ വാലിഡേഷൻ എന്നാൽ ആ ടെസ്റ്റ് നടക്കുക, മൂല്യനിർണ്ണയം നടത്തില്ലേ. ഇപ്പൊ ബ്ലഡ് കൊടുക്കുക അല്ലെങ്കിൽ യൂറിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മൂല്യനിർണ്ണയം നടത്തണ്ടേ, അനാലിസിസ് ചെയ്യണ്ടേ, അതാണ് ഡാറ്റ വാലിഡേഷൻ. നെക്സ്റ്റ് റിസൾട്ട്, റിപ്പോർട്ടിംഗ് റിസൾട്ട്. ആ സമയം കഴിയുമ്പോൾ എന്താണ് റിപ്പോർട്ട് എൻട്രി ചെയ്യുക, എന്താണ് റിപ്പോർട്ട് ഔട്ട് ചെയ്യുക, പേഷ്യൻസിന് ആ റിപ്പോർട്ട് നൽകുക. ഡാറ്റ ഔട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് നൽകുക. ക്ലിയർ ആയ പിക്ചർ? അപ്പൊ ഇതൊക്കെ എന്താണ്, വർക്ക് ഫ്ലോ അല്ലേ. ലാബിലെ ഒരു വർക്ക് ഫ്ലോ ആണ് അല്ലെ ഇത്. ലാബിലെ പ്രവർത്തനങ്ങളുടെ ഒരു വർക്ക് ഫ്ലോ ആണ് അല്ലെ. ആദ്യം എന്ത് ചെയ്യും, സാമ്പിൾ കൊടുക്കും. ആ സാമ്പിളിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഏത് പേഷ്യൻസിന്റെ സാമ്പിൾ ആണ് അല്ലെ, ഏത് ടെസ്റ്റ് ആണ് നൽകേണ്ടത്, എത്ര റേറ്റ് ആണ് അല്ലെ, ആ ടെസ്റ്റ് നൽകുന്നതിന് എത്ര ചാർജ് ആവും അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ആ ടെസ്റ്റ് നൽകുന്ന ആൾക്ക് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കും അല്ലെ. ആരാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, നെയിം, അഡ്രസ്, അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് നടത്തേണ്ടത് ആരാണ്, അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താണ്, ട്രാക്കിംഗ് പ്രോഗ്രസ് അല്ലെ. ആ ടെസ്റ്റ് എവിടെ വരെ ആയി, കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടോ അല്ലെ, ആ ടൈം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അല്ലെ. അത് കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി അല്ലെ. എന്താണ്, ആ ടെസ്റ്റുകളെ കുറിച്ച് ചെയ്യുമ്പോ ഓരോന്നിനും ഓരോ പ്രൊസീജിയർ അല്ലേ. ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ബ്ലഡ് അല്ല, അതിന്റെ എന്താണ് ഫാക്ടേഴ്സും എല്ലാവരും വ്യത്യാസമുണ്ട്. അപ്പൊ ഡാറ്റ എൻട്രി, അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് അനാലിസിസ് ചെയ്യുന്നു. ഡാറ്റ വാലിഡേഷൻ, മൂല്യനിർണ്ണയം, നമുക്ക് കൊടുക്കുന്ന സാമ്പിള് അവര് അനാലിസിസ് ചെയ്യുന്നു, മൂല്യനിർണ്ണയം നടത്തുന്നു. അതിനുശേഷം എന്താണ്, അവര് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അവര് ഇന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെ. ആ ടെസ്റ്റുകൾ നടത്തിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പേഷ്യൻസിന് റിസൾട്ട് നൽകുന്നു, ഡാറ്റ ഔട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇതൊക്കെ എന്താണ്, ഒരു വർക്ക് ഫ്ലോ അല്ലേ. ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ, ഹോസ്പിറ്റലല്ല ലാബിലെ വർക്ക് ഫ്ലോസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, there is no useful definition of the terms LIMS since it is used to encompass a number of different laboratory informatics components. LIMS, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന പദത്തിന് ഉപയോഗപ്രദമായ, നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ, നിർവചനം ഇല്ല. കാരണം വിവിധ ലാബ് ഇൻഫർമാറ്റിക്സ് ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ഓരോ ലാബിലെയും ഇൻഫർമേഷൻസിന്റെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് LIMSന്റെ നിർവചനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ പറഞ്ഞില്ലേ, സ്മോൾ ലബോറട്ടറി അല്ലെ, സ്മോള്, മീഡിയം, ലാർജ്, വെരി ലാർജ് ലബോറട്ടറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? അപ്പൊ അവിടുത്തെ ഓരോ ലാബിലെയും ഇൻഫർമാറ്റിക്സ് കമ്പോണൻസിനെ ആശ്രയിച്ച്, അവിടുത്തെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്താണ് LIMSന്റെ നിർവചനം, ഡെഫിനിഷൻസ് അല്ലെ. സ്മോൾ സൈസ്ഡ് ലാബിലെ പ്രവർത്തനം ആയിരിക്കുമോ വെരി ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിലെ പ്രവർത്തനം ആയിരിക്കുമോ? അല്ല. അപ്പൊ അവിടുത്തെ ഘടകങ്ങളെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് അവിടുത്തെ എന്താണ് LIMSന്റെ ഡെഫിനിഷൻ. ക്ലിയർ ആയോ? The spread and the depth of these components is greatly depends on the LIMS implementation itself. ഈ കമ്പോണൻസിന്റെ ഈ ഘടകങ്ങളുടെ വ്യാപനം, അതിന്റെ ഡെപ്തും
ആഴം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ AMSന്റെ ഓരോ ലാബിലെ എന്താണ് പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അവിടുത്തെ ഓപ്പറേഷൻസിനെ ആശ്രയിച്ചാണ് അവിടുത്തെ സ്പ്രെഡും അവിടുത്തെ LIMSന്റെ വ്യാപനവും ഡെപ്തും ആഴവും. All LIMS have to have a workflow components and some summary data management facilities, but beyond that there are notable difference in functionality. എന്താണ് എല്ലാ LIMSനും എല്ലാ ഓരോ ലാബിലെയും ഇപ്പൊ സ്മോൾ സൈസ് എന്നില്ല, ലാർജ് സൈസ് എന്നില്ല, മീഡിയം സൈസ് എന്നില്ല, എല്ലാ ലാബിലെയും എന്തൊക്കെയുണ്ട്? അവിടെ ഒരു വർക്ക് ഫ്ലോസ് അല്ലേ? ഇല്ലേ? പ്രവർത്തനം ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ലാബിലെ വർക്ക് ഫ്ലോ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേപോലെ എല്ലാ ലാബുകളിലും എന്തുണ്ട്? അവിടെ ഒരു വർക്ക് ഫ്ലോസും എന്താണ്? ഒരു സമ്മറി ഡാറ്റ അല്ലെ? ഡാറ്റ മാനേജ്മെന്റ് ഉണ്ടാവൂലേ? അവിടുത്തെ ഒരു ഡാറ്റ മാനേജ്മെന്റും ഉണ്ട്. അത് എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു? ആർ നോട്ടബിൾ ഡിഫറൻസസ് ഇൻ ഫങ്ഷനാലിറ്റി. ആ ലാബിലെ പ്രവർത്തനങ്ങളെ അനുസരിച്ച് ഈ സമ്മറി ഡാറ്റയും ഈ വർക്ക് ഫ്ലോയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയോ? നമ്മളെല്ലാം ടെസ്റ്റ് റിസൾട്ടുകൾ നിൽക്കുമ്പോ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. ഇത് നമ്മ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലാബിൽ മാത്രമാണോ ചെയ്തിരിക്കുന്നത്? ആണോ? അല്ല അല്ലേ? അപ്പൊ അവിടുത്തെ റിസൾട്ടുകൾ കിട്ടുമ്പോ തന്നെ അതിൽ തന്നെ വ്യത്യാസങ്ങൾ തോന്നാറില്ലേ നമുക്ക്? ചിലയിടത്ത് എന്താണ് നമ്മുടെ നോർമൽ വാല്യൂ ഉണ്ടാവും, അവർ കണ്ടുപിടിച്ച വാല്യൂ ഉണ്ടാവും അല്ലേ? ഇല്ലേ? ചിലയിടത്ത് എന്തുണ്ടാവില്ല, ആ നോർമൽ വാല്യൂ തരൂല അല്ലേ? അല്ലേ? പിന്നെ അവർ എഴുതുന്ന ആ ഡാറ്റയുടെ സ്ട്രക്ചറിൽ ഉണ്ടാവില്ല വ്യത്യാസം. ചിലയിടത്ത് എന്താണ് കോളൊക്കെ വരച്ച് നല്ല നീറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ടെസ്റ്റ് റിസൾട്ട് തരുന്നത് അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ എന്താ സംഭവം? ഡിഫറെന്റ് ഉണ്ടായിരിക്കാം. അതെന്താണ്? അവിടുത്തെ ഹോസ്പിറ്റൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ വ്യത്യാസമായിരിക്കും അവിടെ കൊടുക്കുന്ന ആ ഇതിലുള്ള വ്യത്യാസങ്ങൾ. ക്ലിയർ ആയോ? ആ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ. എല്ലാം ഓരോ ലാബിനും എന്താണ് അവിടുത്തെ വർക്ക് ഫ്ലോസ് പ്രവർത്തനങ്ങളിലും പിന്നെ എന്താണ് സമ്മറി ഡാറ്റ, നമുക്ക് ലാസ്റ്റ് സമ്മറി നൽകുന്ന ഡാറ്റയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. അതെന്തിനെ ആശ്രയിച്ചാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത്? ആ ലാബിലെ ഫങ്ഷൻസിനെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചാണ് ആ വർക്ക് ഫ്ലോയിലും സമ്മറി ഡാറ്റയിലും വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മ വലിയ മോഡേൺ ആയിട്ടുള്ള ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുന്ന അത്രയും സമയം അതിന് സമയം വേണ്ടി വരും അല്ലെ? ഒരു നോർമൽ ഒരു ചെറിയ ലാബിൽ പോയി കഴിഞ്ഞാല് ഇല്ലേ ടൈം കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെന്തിന്റെ? അവിടുത്തെ വർക്ക് ഫ്ലോയിൽ വരുന്ന വ്യത്യാസമല്ലേ അത്? ടെസ്റ്റുകളുടെ വർക്ക് ഫ്ലോയിൽ വരുന്ന വ്യത്യാസമല്ലേ? ആ ടെസ്റ്റ് കിറ്റ്. ഓക്കെ. എന്താണ് മോഡേൺ ആയിട്ടുള്ള ലാബിലാവുമ്പോ എന്തായിരിക്കും അവിടെ അതിന് മാത്രം അതിലും എന്താണ് ഒരു എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ? മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അവർക്ക് റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ? കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സ്മോൾ സൈസ് ഹോസ്പിറ്റൽ ലാബ് ആണെങ്കിൽ എന്താണ് അവിടുത്തെ സ്റ്റാഫ് കൂടുതൽ ഉണ്ടാവും. ഒരു ചെറിയ ലാബ് ആണെങ്കിൽ അവിടെ എന്താണ് സ്റ്റാഫ് കുറവായിരിക്കും, അവിടെ എക്യുപ്മെന്റ്സുകൾ കുറവായിരിക്കും, മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവില്ല അല്ലെ? അതന്നെ അവിടുത്തെ വർക്ക് ഫ്ലോയിൽ വരുന്ന വ്യത്യാസമല്ലേ? വർക്ക് ഫ്ലോയിൽ വരുന്ന വ്യത്യാസമല്ലേ? അപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലേ? രണ്ടാമത്തേത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. മൂന്നാമത്തെ പറയുന്നത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. A radiological information system RIS
is the core system for the electronic management of imaging department. എന്താണ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇലക്ട്രോണിക് മാനേജ്മെന്റിന്റെ ഒരു പ്രധാന സംവിധാനമാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. The major functions of the RIS can consist of patient scheduling, resource management, examination, performance tracking, reporting, result distribution and procedure building. എന്താണ് ഈ RIS-ന്റെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ ഷെഡ്യൂൾ ചെയ്യുക അല്ലെ, അവർക്ക് ആവശ്യമായ സമയത്ത് റേഡിയോളജി നടത്തുന്നതിന് അല്ലെങ്കിൽ ഇമേജിംഗ് നടത്തുന്നതിന് അവർക്ക് ആവശ്യമായ സമയത്ത് ഷെഡ്യൂൾ ചെയ്യുക. റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ റിസോഴ്സുകൾ മാനേജ് ചെയ്യുക. എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ് അല്ലെ, ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാം? സ്കാനിങ് ഒക്കെ നടത്തണ്ടേ? എക്സാമിനേഷൻ വിലയിരുത്തണം അല്ലെ, CT സ്കാന്, MRI സ്കാന് അല്ലെ, അൾട്രാസൗണ്ട് സ്കാൻ അല്ലെ. അപ്പൊ അതിന് വേണ്ട എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്. പിന്നെന്താണ്? റിപ്പോർട്ടിംഗ് അല്ലെ, ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രം മതിയോ? റിപ്പോർട്ട് എടുക്കണം അല്ലെ, ടെസ്റ്റ് അതിന്റെ റിസൾട്ടുകൾ കൊടുക്കണം. റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് റിസൾട്ടുകൾ നൽകുക. ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ്, അവർക്ക് ആ ടെസ്റ്റുകൾക്കുള്ള ബില്ലിംഗ് കൊടുക്കുക അല്ലെ. ഓരോ ടെസ്റ്റുകൾക്കും വ്യത്യസ്ത ബില്ലിംഗ് ആയിരിക്കും അല്ലെ, ചാർജ് വേറെ വേറെ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ട പ്രൊസീജിയർ ബില്ലിങ്ങുകൾ നൽകുക. ക്ലിയർ ആയോ? RIS complements hospital information system and PACS, picture archiving and communication system, and is a crucial to efficient workflow into radiology practices. എന്താണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പൂരകങ്ങൾ, അതായത് റേഡിയോളജി സെക്ഷനിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളാണ് എന്ത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിക്ചർ ആർച്ചീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഇമേജിംഗ്, പാക്സ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതൊരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ്. ദാറ്റ് സ്റ്റോർസ്, അത് എന്ത് ചെയ്യുന്നു? സ്റ്റോർസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമേജസ് ആൻഡ് റിപ്പോർട്ട്സ് ഇലക്ട്രോണിക്കലി ഫോർ റേഡിയോളജി. എന്താണ്? ആ റിസൾട്ടുകൾ, ആ സ്കാനിങ്ങുകൾ എന്താണ് നമുക്ക് ഇമേജസ് ആയിട്ട് ഇലക്ട്രോണിക്കലി നമുക്ക് അതിന്റെ റിപ്പോർട്ടുകൾ നൽകുന്ന. സ്കാനിങ്ങിലെ MRI സ്കാന്, CT സ്കാന്, എക്സ്റേ, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പിക്ചർ അല്ലേ, എക്സ്റേ പിക്ചർ ടൈപ്പ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇമേജ് തരുന്നതിനെയാണ് PACS, എന്താണ്? പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ എന്താണ്? നമ്മുടെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്ത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അല്ലേ. പിന്നെ അവരെ കുറിച്ചുള്ള ഇമേജിന്റെ റിസൾട്ടുകൾ അതൊക്കെ കിട്ടുന്നത് എങ്ങനെയാ? ഇമേജ് ത്രൂ അല്ലേ, ഫാക്സ് വഴി അല്ലെ, ഫാക്സിൽ കൂടി അല്ലേ, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴിയല്ലേ, സിസ്റ്റത്തിലല്ലേ. എന്താണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഘടകങ്ങൾ, അതിന് പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റ് സംവിധാനങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും PACS-ഉം. ഇതൊക്കെ എന്ത് സഹായിക്കുന്നു? ഇസ് എ ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക്. ഫാക്സ് ഒന്നുകൂടി പറയണം. ഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട് എഴുതാനാണോ? ആ പ്രിന്റിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. പ്രിന്റിൽ തന്നെ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. It is a medical technology. Sorry, it is a medical imaging technology. Imaging technology that stores and transmits images and reports electronically for radiology.
റേഡിയോളജി. ഇതൊരു മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം ആണ്. എന്തെങ്കിലും സ്റ്റോർ ചെയ്യുകയും ഇമേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലി ആയിട്ട്. അപ്പൊ നോക്കിയേ, അതിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ആ പേഷ്യൻസിന്റെ വിവരങ്ങൾ കൊടുക്കുന്നു അല്ലെ. പേഷ്യൻസിനെ കുറിച്ചുള്ള പേര്, ഏജ്, അഡ്രസ് അല്ലെ, ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യാണ് അല്ലെ അവര്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമായ, ഇപ്പൊ ചിലപ്പോ MRI ആയിരിക്കും പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ CT ആയിരിക്കും പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്റേ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരിന്നോട് വിടുന്നു റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന്. തേർഡ് കണ്ടിട്ടുണ്ടോ? തേർഡ് കണ്ടോ പിക്ചർ? DICOM. അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇമേജിങ് അല്ലെ. MRI ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്, CT ചെയ്യുന്നത് അല്ലെ. കണ്ടോ? അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ട് വിടുന്നു. എന്നിട്ട് ആ ഇതൊക്കെ എടുത്തെങ്ങാണ്ട് തിരിച്ച് അവരെന്താണ്? റേഡിയോളജി ഇൻഫർമേഷൻസ് വിളിച്ചെങ്ങാണ്ടിട്ട് അവിടെ നിന്ന് എന്താണ്? മൂന്നാമത്തെ കഴിഞ്ഞിട്ട് നാലാമത്തെ റിപ്പോർട്ട് വർക്ക് സ്റ്റേഷൻ അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് സ്റ്റഡീസ്. എന്താണ്? ആ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു അല്ലെ. റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. നമ്മുടെ ഈ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫാക്സ് എന്താണ്? പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി നമ്മുടെ റിസൾട്ടുകൾ വായി വരും അല്ലെ. നമ്മുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, അതിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പിക്ചർ വരില്ലേ? ആ CT സ്കാനിങ് ഒക്കെ കണ്ടിട്ടില്ലേ? CT, MRI, അതിന്റെ എക്യുപ്മെന്റില്, ആ ഡിവൈസിൽ നമ്മുടെ ആ പിക്ചർ വന്നിട്ടുണ്ടാവും. അതാണ് PACS മെഷീനിലല്ലേ. ആ മെഷീനില് നമ്മുടെ പ്രിന്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ബേസിക് ഫീച്ചേഴ്സ്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെ സവിശേഷതകളാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കോമൺലി സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് പറയുന്നത്? പേഷ്യൻസ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസിന് അവരുടെ സമയം അനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാൻ, ഷെഡ്യൂൾ ചെയ്യാൻ, ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ലേ? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നു. പിന്നെ എന്താണ്? പേഷ്യൻസ് ലിസ്റ്റ് മാനേജ്മെന്റ്. പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, പേഷ്യൻസിന്റെ പ്രിപ്പറേഷൻസ്. ഇപ്പൊ നമുക്കറിയാം, ഒരു സ്കാനിങ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചിലപ്പോ എന്താണ്, ഇത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാറില്ലേ അബ്ഡോമിനില് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോ. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യണ്ടേ ആ പേഷ്യൻസ്? ഒരു തയ്യാറെടുപ്പ് എടുക്കണം അല്ലെ പേഷ്യൻസിന്റെ പ്രിപ്പറേഷൻസ്, അപ്പോയിന്റ്മെന്റ്സ്, അവരുടെ ടൈം കൊടുക്കണം അല്ലെ. ടൈം സ്ലോട്ട് കൊടുക്കണ്ടേ? ഇത്ര ടൈമിൽ വരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പേഷ്യൻസ് ലിസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. അതായത് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ രോഗിയുടെയും നടപടിക്രമങ്ങൾ, അതായത് ഇവർക്ക് എന്ത് പ്രൊസീജിയർ, എന്ത് ടെസ്റ്റ് ആണോ നൽകേണ്ടത്, അങ്ങനെയുള്ള നടപടിക്രമങ്ങളുടെയും വിവരങ്ങൾ ആക്സസ് ചെയ്യുന്ന ഇമേജിംഗ് ഉപകരണങ്ങളെ അനുവദിക്കുന്ന ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസിനെയാണ് മൊഡാലിറ്റി വർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണം അല്ലെ. വേണ്ടേ? അവരുടെ പേര്, വയസ്സ്, ഏജ്, പിന്നെന്താണ്, ആ പേഷ്യൻസിന് ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ, എവിടെയാണ് ചെയ്യേണ്ടത് അല്ലെ. MRI ഒക്കെ ഇപ്പൊ നമുക്ക് തലക്ക് മാത്രമാണോ ചെയ്യുന്നത്? ബോഡിയുടെ പല ഭാഗത്തും ചെയ്യില്ലേ?
അപ്പൊ നമുക്ക് അതറിയണ്ടേ എവിടെയാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ രോഗിയുടെയും നടപടിക്രമങ്ങളുടെയും വിവരങ്ങൾ ആക്സസ് ചെയ്യുന്ന ഇമേജിംഗ് ഉപകരണങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസിനെയാണ് മൊഡാലിറ്റി വർക്ക് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ സ്കാനിങ് ചെയ്യാൻ കിടക്കുമ്പോ ഇപ്പൊ MRI പോയി കിടക്കാണ്, നമ്മുടെ വിവരങ്ങൾ നമ്മളോട് ചോദിക്കവര് വയസ്സ് എത്രയാണ്, പേരെന്താണ്, ഏജ് എത്രയാണ്, അഡ്രസ് എന്താണ്, ഇല്ല അല്ലെ? അവർക്കതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയല്ല ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ കമ്പ്യൂട്ടർ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസ് ഷീറ്റ് നോക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി അവർക്ക് അതൊക്കെ കിട്ടും അല്ലെ? അങ്ങനെ ആക്സസ് ചെയ്യുന്ന കേന്ദ്രീകൃത ഡാറ്റാബേസിനെയാണ് മൊഡാലിറ്റി വർക്ക് ബേസ്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. എന്താണ്? നമുക്കൊരു സ്കാനിങ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ? റിക്വസിഷൻ ഫോം കൊടുക്കണ്ടേ? അങ്ങനെയുള്ള റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, അതിനാവശ്യമായ ഡോക്യുമെന്റ് സ്കാനിങ്, റിസൾട്ട് എൻട്രി അല്ലെ? എന്താണ്? ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫ്ലോ മാനേജ്മെന്റ്? നമ്മിപ്പോ ലാബിലെ പ്രവർത്തനങ്ങൾ പറഞ്ഞില്ലേ, ഒരു വർക്ക് ഫ്ലോ ഉണ്ടാവും പറഞ്ഞേ. അതേപോലെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോ ഒരു വർക്ക് ഫ്ലോ ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്ക് ഫ്ലോ മാനേജ്മെന്റ്. നെക്സ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, റിസൾട്ട് എൻട്രി അല്ലെ? ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക. ഡിജിറ്റൽ റിപ്പോർട്ടിങ് എന്ന് വെച്ചാല് നമ്മുടെ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരം ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കും അല്ലെ? ആ ടെസ്റ്റ് ചെയ്യുന്ന സ്കാൻ ചെയ്യുന്ന ആളുകള് അവരെന്ത് ചെയ്യാ? വോയിസ് റെക്കഗ്നിഷൻ വഴി വോയിസ് വഴി റെക്കോർഡ് ചെയ്യുക. ഡിജിറ്റൽ റിപ്പോർട്ടിങ്. ഇപ്പൊ ചില ഓഫീസുകളിൽ കണ്ടിട്ടില്ലേ വോയിസ് റെക്കഗ്നിഷൻ? ആ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനിമയിലൊക്കെ ആയിരിക്കും കൂടുതലാണ്. അവരെന്ത് ചെയ്യാ? അവരെ സൗണ്ട് വെച്ചും കാണിട്ട് നമ്മുടെ ഫോണിന്റെ ലോക്കില്ലേ, ഫേസ് ലോക്ക് അല്ലേ? അതേപോലെ തന്നെ എന്താണ് വലിയ വലിയ ഓഫീസുകളിലൊക്കെ അവരുടെ ഡോറൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് അവരെ പൈസ അങ്ങനെയുള്ള സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ അവരെന്ത് ചെയ്യും? സൂക്ഷിക്കാനായിട്ട് അവരെന്ത് ചെയ്യും? വോയിസ് റെക്കോർഡ് ചെയ്ത ലോക്കുകൾ സൂക്ഷിക്കും, വോയിസ് ലോക്ക് സൂക്ഷിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? അത് ചെയ്യുന്ന ആ ടെസ്റ്റുകൾ ചെയ്യുന്ന ഡോക്ടർ ആവാം അല്ലെ? അതല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക? റിസൾട്ടുകൾ അവരുടെ വോയിസ് വഴി കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്യുക. ക്ലിയർ ആയോ? VR ഡിജിറ്റൽ റെക്കോർഡിങ്. എന്താണ്? ഇപ്പൊ ഭയങ്കര അഡ്വാൻസ് ആയില്ലേ? അവര് കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് ഇതാക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുക? റിസൾട്ടുകൾ അവരുടെ വോയിസ് വഴി റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോ നമ്മ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോ എന്താണ്? വോയിസ് സെർച്ച് ഉണ്ട് അല്ലെ? ഇംഗ്ലീഷും മലയാളം ഒക്കെ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അത്രയും സമയം സ്പെൻഡ് ചെയ്യണോ? നമുക്ക് വോയിസ് അല്ലെ? വോയിസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. അതേപോലെ എന്താണ്? ഇവര് റിസൾട്ടിന്റെ ടെസ്റ്റ് റിസൾട്ടുകളിന്റെ വോയിസ് വഴി റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ ഇത്രയും ഭാഗം ഒന്നുകൂടെ വായിക്കാം, ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് വായിക്കാം. ബാക്കി ഫീച്ചേഴ്സ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
ഇതെടുത്തത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഈ സെക്ഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കി സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടാവുന്നതേ. സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ലല്ലോ, ഇനിയില്ലേ 4th മൊഡ്യൂളില്? അതൊക്കെ കഴിയട്ടെ കേട്ടാ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.